കഥകളിലെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ കേരളത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് വരെ യാത്ര ചെയ്ത കുറച്ച് സി ഐ ഡികളെ പറ്റി കണ്ടു. എന്നാൽ ഇവരെല്ലാവരും പ്രശസ്തരായതോടുകൂടി നമുക്ക് കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും കുറച്ച് സന്ദർശകരുണ്ടായി. ഇവരാരും മലയാളികളായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇവരെയും മലയാളം പഠിപ്പിച്ചു. സി ഐ ഡികളെ പോലെ ഇവർ നിയമത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവരാരാണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയൂ? ഇവിടെ വന്ന മാൻഡ്രേക്ക്. ആദ്യം ഫാൻറ്റം വന്നു, ഇപ്പൊ മാൻഡ്രേക്ക് വന്ന്, ഇനി ലോദർ വരും. ആ ഫാൻറ്റം ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആരെ കണ്ടുപിടിക്കാൻ മാൻഡ്രേക്ക് അമ്പെടുക്കാൻ. ഓ പിന്നെ ടോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻറ്റമാ, ഫാൻറ്റം. ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. Phantom, I always liked the Phantom because ഞാൻ തുടക്കത്തിൽ വായിച്ച വൺ ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടേഴ്സ് വാസ് ദ ഫാൻറ്റം. ഫാൻറ്റം എനിക്ക് വേറൊരു റീസൺ ഉണ്ട്. ഫാൻറ്റത്തിൻ്റെ ദറ്റ് എൻറ്റയർ ആ ഫാൻറ്റമിൻ്റെ അവർ ആ സ്റ്റോറി ലൈൻ, ആ മിത്ത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ദർ ഇസ് എ ലോങ് ലൈൻ ഓഫ് ഫാൻറ്റംസ്. അപ്പോൾ ഫാൻറ്റം പല ഏജിലും അവർ സ്റ്റോറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലത്തെ ഫാൻറ്റത്തിൻ്റെ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ അത് ദാറ്റ് ഐ തിങ്ക് ഇസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലോട്ട് ഡിവൈസ്. കാരണം സെയിം ക്യാരക്ടർ ഓർ ദ not the same character but the same line of characters in different ages. അതൊരു വളരെ ഒരു നല്ലൊരു പ്ലോട്ട് ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാൻറ്റം ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റോറീസ് വായിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രോബ്ലി എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ എന്നെ വലിച്ച് കോമിക്സിലേക്ക്, നോട്ട് ജസ്റ്റ് ദ ഫോമാറ്റോ. സത്യത്തിൽ എനിക്ക് കുറേ പാഷൻസുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടിയാൽ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഈ ഫാൻറ്റം എൻ്റെ ചുവരിലൊക്കെ സത്യത്തിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു മൂഡാണ് എനിക്ക് കിട്ടുക. എൻ്റെ സ്റ്റഡി ടേബിളും അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വുഡൻ പ്ലാങ്കിൻ്റെ മൊത്തം ഞാൻ വരച്ചും ഈ കട്ട് ചെയ്ത് ഫാൻറ്റത്തിൻ്റെ ഇമേജസ് എല്ലാം ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഒരു മൊത്തം എൻ്റെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം ഫാൻറ്റത്തിൻ്റെ ഇമേജസ് സ്ക്രിബിൾ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പാരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ഒരു സയൻസ് ക്ലാസ്, എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു, എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് സയൻസിൽ. അപ്പോൾ ആ ചാപ്റ്ററിലെ എവല്യൂഷൻ ഓഫ് മാൻ ഇമേജസ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തൂടെ ഞാൻ എവല്യൂഷൻ ഓഫ് ഫാൻറ്റം ആക്കി ഔട്ട്ലൈൻ ചെയ്തു. അതിൽ എന്നെ പുറത്താക്കി. ഈ മലയാളം കോമിക്സ് മറ്റ് ഇംഗ്ലീഷ് കോമിക്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ദ്രജാൽ തന്നെ. ഇന്ദ്രജാൽ കോമിക്ക് മാർച്ച് 1964 തുടങ്ങി, ഇംഗ്ലീഷ് വേർഷൻ, അതേപോലെ തന്നെ ഹിന്ദി വേർഷൻ. മറ്റ് പല റീജിയണൽ വേർഷൻസൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഫാൻറ്റം, ദ ഒറിജിനൽ ഫാൻറ്റം ആർട്ടിസ്റ്റ് റേ മൂർ ആയിരുന്നു. അപ്പോൾ റേ മൂറിൻ്റെ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഇന്ദ്രജാലിൽ റീപ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊച്ചിലെ വായിച്ചിരുന്ന കഥകളിൽ ഒന്നും റേ മൂറിൻ്റെ ഇല്ലായിരുന്നു. 1-2 കഥയെ റേ മൂറിൻ്റെ വന്നിട്ടുള്ളൂ ഇന്ദ്രജാൽ. ആൻഡ് ഇന്ദ്രജാൽ ഒരിക്കലും അത് ക്രോണോളജിക്കൽ ഓർഡറിലല്ല അവർ പബ്ലിഷ് ചെയ്തത്. നമ്മൾ കാണുന്നത് ഇന്ദ്രജാലിൽ വരുന്നത്, ഇന്ദ്രജാൽ ആദ്യം ഒരു ഇഷ്യൂ സൈബാരിയുടെ ആർട്ടായിരിക്കും അതിൽ. അപ്പോൾ സൈബാരി ഇത് വെരി റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ്, ട്രൂ ടു ലൈഫ് ആയിട്ടാണ് ആൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട ഉടനെ തന്നെ അത് ഇഷ്ടപ്പെടും. ആൻഡ് ദാറ്റ് ഇമേജ് സ്റ്റേസ് ഇൻ യുവർ മൈൻഡ്. പക്ഷേ നെക്സ്റ്റ് കോമിക് ഇന്ദ്രജാൽ പബ്ലിഷ് ചെയ്യണത് വിൽ ബി ഫ്രം 20 years earlier. അത് വിൽസൺ മെക്കോയുടെ ആർട്ടായിരിക്കും. വിൽസൺ മെക്കോയ് ഇസ് എ വെരി കാർട്ടൂണിഷ് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ്. ആൾക്ക് ഇത്ര ഡീറ്റെയിൽസ്, ബാരിയെ പോലെ റിയലിസ്റ്റിക് ഡീറ്റെയിൽ ഒന്നുമില്ല. കുറേ കൂടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെയാണ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിൽസൺ മെക്കോയ്സ് ആർട്ട് ഗ്രൂ ഓൺ മീ. എനിക്കിപ്പോൾ ആളുടെ ആർട്ട് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് സം ഓഫ് ദ വെരി ബെസ്റ്റ് ഫാൻറ്റം സ്റ്റോറീസ് ആർ ഫ്രം ദ മെക്കോയ് പീരിയഡ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ചാമുണ്ട് അതിന്. പിന്നെ ഈ ഇന്ദ്രജാൽ കോമിക്കിൻ്റെ മലയാളം വേർഷന് ഫസ്റ്റ് ഇഷ്യൂ വരുന്നത് ഏകദേശം 1980 360 നമ്പർ, അതായത് ഇംഗ്ലീഷ് വേർഷൻ്റെ 360 നമ്പറാണ് മലയാളത്തിലെ ഫസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ 1970s തുടക്കത്തിൽ, ഈവൻ 1960s പോലും അത്രയധികം കോമിക്സ് ഒന്നും മലയാളത്തിൽ വന്നതായിട്ട് കാണുന്നില്ല. കേരളത്തിലെ കോമിക്സ്, ദ ഏർലിയസ്റ്റ് കോമിക്സ് വിച്ച് ഐ റിമെമ്പർ ആർ ദ ഇംഗ്ലീഷ് കോമിക്സ് വിച്ച് വി യൂസ്ഡ് ടു ട്രിവാൻഡ്രത്തും. ഞാൻ ട്രിവാൻഡ്രത്ത് 12 കൊല്ലം താമസിച്ചപ്പോഴും കൂടുതലും കോമിക്സ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു.
പക്ഷേ അന്ന് മലയാളം കോമിക്സ് ഉണ്ടായിരുന്നു. ഫാൻറ്റം ആൻഡ് മാൻഡ്രേക്ക് പേപ്പറിൽ വരുമായിരുന്നു. കേരള കൗമുദിയിൽ ഐ തിങ്ക് മാൻഡ്രേക്ക് യൂസ് ടു കം. അത് ഞാൻ പറയുന്ന 70s. അതിനും മുമ്പ് കേരള കൗമുദിയിൽ അതിനു മുമ്പും ഒരുപാട് കൊല്ലം മുമ്പ് തൊട്ട് വരുമായിരുന്നു. മൈ കസിൻ ഹു സ്റ്റേസ് നെക്സ്റ്റ് ഡോർ, പുള്ളി ഈസ് 74 years old നൗ. പുള്ളി പറയണത് ഹീ ക്യാൻ റിമെമ്പർ മൈ ഗ്രാൻഡ് മദർ റീഡിങ് മാൻഡ്രേക്ക്. പേപ്പർ വരുമ്പോൾ പുള്ളിക്കാരി ആദ്യം നോക്കിയിരുന്നത് മാന്ത്രികനായ മാൻഡ്രേക്കിൻ്റെ കഥയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അവരാ ഒരു സ്ട്രിപ്പായിരിക്കും, അതിൻ്റെ അടിയിലാണ് അവർ വേർഡ് ബലൂൺസ് അല്ലായിരുന്നു അതിൻ്റെ അടിയിലാണ് ആ കോൺവെർസേഷൻ അവർ എഴുതിയിരുന്നത്. 1970s തുടക്കത്തിലാണ് ശരിക്കും മലയാളത്തിലെ കോമിക്സ് അതിൻ്റെ ഒരു 70s ആണ് ശരിക്കും മലയാളത്തിലെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സുവർണ്ണ കാലഘട്ടം മലയാളത്തിലെ കോമിക്സിൻ്റെ 1970s ആണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പിന്നെ നമ്മുടെ വിദ്യാർത്ഥി മിത്രം പബ്ലിക്കേഷൻസാണ്. അവരുടെ ആ ടാർസൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇഷ്യൂ തുടങ്ങിയതോട് കൂടിയിട്ട് ഭയങ്കര പോപ്പുലറായി. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമിക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് വായിച്ച് അങ്ങനെയുള്ളൊരു നല്ല ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ആ സമയത്ത് ഒരു കോമിക്കോ അല്ലെങ്കിൽ ടാസിൻ്റെ ഒരു ഇഷ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ബാറ്റ്മാനോ അല്ലെങ്കിൽ സൂപ്പർമാനോ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വായിക്കുന്ന ശീലം. അപ്പോൾ ഒരു ബുക്ക് കിട്ടാൻ ആ സമയത്ത് ബുക്കിനൊക്കെ ₹1.50 ഉള്ളൂ. പക്ഷെ എന്നാലും ആ സമയത്തുള്ള ആ റേറ്റ് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് പ്രയാസമാണ് കിട്ടാൻ. എന്നാലും നമ്മൾ മാക്സിമം വാങ്ങിയിട്ടും മറ്റും പ്രത്യേകിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് സഞ്ജയിക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ബാങ്ക് ഇതുണ്ടായിരുന്നു പണ്ട് സ്കൂളുകളിലൊക്കെ, ഇപ്പോൾ ഉണ്ടോ എന്നല്ല. ആ സ്കൂളുകൾക്ക് അമ്മ എല്ലാ ആഴ്ച ₹5 തരും. അതിൽ ₹2 ഞാൻ മാറ്റി വെച്ചിട്ട് ₹3 ഞാൻ ഇടാറുള്ളൂ. കാരണം ₹2 ഈ ടാസൻ വാങ്ങിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ടാർസൻ്റെയൊക്കെ കുറേ ഇഷ്യൂസ് ആ സമയത്ത് വെച്ചാൽ ടാർസൻ്റെ ഒരു ഇഷ്യൂ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വിദ്യാർത്ഥി മിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളം കോമിക്സ് പോപ്പുലറൈസ് ചെയ്യുന്നത്. അത് ആദ്യത്തെ വർഷം തന്നെ 1974 അവർ തുടങ്ങുന്നത്. ആദ്യത്തെ വർഷം തന്നെ ഒരു 12ഓളം ടൈറ്റിൽസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നീട് വിദ്യാർത്ഥി മിത്രം കോമിക്സ് വന്നപ്പോൾ ദേവ പബ്ലിഷിംഗ് ഫാൻറ്റം, അത് കൂടുതലും സ്കാൻഡിനേവിയൻ, അത് പിന്നീടാണ് നമുക്കന്ന് അതൊന്നും മനസ്സിലായില്ല. അപ്പോർണാസ് സൺ എന്ന് പറഞ്ഞിട്ടാണ് ടാർസൻ അപ്പോർണാസ് സൺ എന്നാണ് ടൈറ്റിൽ വന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എപ്പോഴും അതിശയമായിരുന്നു. കാരണം ടാർസൻ നോബഡി കോൾഡ് അപ്പോർണ ഇൻ ദ ടാർസൻ സാഗ. അത് നമ്മൾ ഒറിജിനൽ ബുക്സ് വായിച്ചാലും പിന്നീട് എനിക്ക് മനസ്സിലായത് അത് സ്വീഡിഷിൽ നിന്നോ നോർവീജിയനിൽ നിന്നോ അങ്ങാണ്ട് ഉള്ള കോമിക്കാണ്. അപ്പോർണ എന്നതിൻ്റെ അർത്ഥം ഏപ്പ് എന്നാണ്. അപ്പോൾ ടാർസൻ സൺ ഓഫ് ദ ഏപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ എവിടെ വായിച്ച് അത് കണ്ടിരുന്നത്. വിദ്യാർത്ഥി മിത്രം കോമിക്സ് ഐ യൂസ് ടു കളക്ട്. പക്ഷേ 1970കളുടെ അവസാനത്തോട് കൂടിയിട്ട് ഈ ടാർസൻ എന്ന് പറഞ്ഞിരിക്കുന്ന കഥാപാത്രത്തിന് ചെറിയൊരു ക്ഷീണം വരികയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ വിദ്യാർത്ഥി മിത്രം ടീം എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത കുറേയും കൂടി പോപ്പുലറായിട്ടുള്ള, കാരണം ഇന്ദ്രജാലമൊക്കെ അങ്ങനെ വളരെ പോപ്പുലറായിട്ടിരിക്കുന്ന സമയത്തുള്ള 2 ക്യാരക്ടേഴ്സ് ഫാൻറ്റവും മാൻഡ്രേക്കാണ്. അങ്ങനെ ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും അവസാനം 1970കളുടെ അവസാനം 1979 ഫസ്റ്റ് വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ഫാൻറ്റം വരുന്നത്. അത് അവർ ധാരാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ഫാൻറ്റവും 14 മാൻഡ്രേക്കുമാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ വിദ്യാർത്ഥി മിത്രം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് വീണ്ടും ചെറിയ മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ 1980കൾ തുടക്കം തന്നെ വിദ്യാർത്ഥി മിത്രത്തിന് ചെറിയൊരു ക്ഷീണം ബാധിക്കുന്നു. അതിന് പകരമായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള, അതായത് അതിൻ്റെ കവർ ചിത്രങ്ങളൊക്കെ അതിമനോഹരമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന നമ്മളെ റീഗൽ കോമിക്സ് അവർ ഈ 2 എപ്പിസോഡുകൾ ഇറക്കുന്നു, 2 ക്യാരക്ടേഴ്സിനെ ഇറക്കുന്നു, അതായത് ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും. ഫാൻറ്റമും മാൻഡ്രേക്കും ടാർസനും അവരുടെ രണ്ടാമത്തെ വരവിൽ കുറച്ചുകൂടെ മലയാളം പഠിക്കാനായിട്ട് കോട്ടയത്തുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുടെ അടുത്താണ് പോയത്. ഞങ്ങളും പോയി അക്ഷരനഗരിയിലേക്ക്. അവരെയൊക്കെ മലയാളം പഠിപ്പിച്ച് ആ പഴയ ഇംഗ്ലീഷ് പ്രൊഫസറെ കാണാൻ, ജേക്കബ് സാറിനെ കാണാൻ. 80ലാണ് ഞങ്ങൾ ടാർസൻ നോവൽ, അത് അമേരിക്കയിലുള്ള എഡ്ഗാർ റൈസ് ബറോസിൻ്റെ റൈറ്റ് എടുത്ത് 80 തൊട്ട് ടാർസൻ്റെ നോവൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. നോവൽ ടാർസൻ്റെ അതിപ്പം സ്റ്റിൽ വി ആർ കണ്ടിന്യൂ ഇറ്റ്. പിന്നെ 1982 തൊട്ട് കോമിക്സിൻ്റെ പരിപാടിയിലേക്ക് വന്നു. പിന്നെ 82 തൊട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഉരുക്ക് കൈ മായാവി എന്നും ഈ ഇരുമ്പ് കൈ മായാവി എന്നും പറഞ്ഞ് കണ്ണാടി വിശ്വനാഥൻ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ന്യൂസ് പ്രിൻ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പബ്ലിഷേഴ്സ് ലണ്ടനിലുള്ള ഫ്ലീറ്റ് വേ പബ്ലിക്കേഷൻ,
അപ്പോൾ അവരുമായിട്ട് കറസ്പോണ്ടൻസൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് മലയാളത്തിൽ ചെയ്യാനുള്ളതിന് റൈറ്റ്സ് കിട്ടി. അത് ഞങ്ങൾ യൂസ് പ്രിൻ്റ് ശിവകാശിയിലും പിന്നെ എറണാകുളത്ത് ബിയാനി പ്രസിലുമായിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് എഴുതിയപ്പം പാൻറ്റും മാൻഡ്രയ്ക്കും എൻ്റെ കാര്യത്തിന് എഴുതിയപ്പം അവർ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് റൈറ്റ്സ് ഉള്ളതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് തരാൻ പറ്റില്ല. അപ്പം 1990 ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇതങ്ങ് കട്ട് ചെയ്തു. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി അന്ന് നിർത്തി. അപ്പോൾ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിക്കകത്ത് ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ പഴയ ലെറ്റർ വെച്ച് അവർ പറഞ്ഞു സിൻസ് ഇന്ദ്രജാൽ കോമിക്സ് സീസ് പബ്ലിക്കേഷൻ അതുകൊണ്ട് വി ആർ വില്ലിങ് ടു ഗിവ് ഇറ്റ് യു. അങ്ങനെയാണ് 1990 തൊട്ട് തുടങ്ങിയത്. ഈ റീഗൽ കോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിദ്യാർത്ഥി മിത്രത്തിൻ്റെ അത്ര റീഗൽ കോമിക്സ് വായിച്ചിട്ടില്ല, അല്ല വാങ്ങിയിട്ടില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ കാരണം ഞാൻ ആ സമയത്ത് കോളേജൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് പിന്നീട് കാണുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ കവറ്, ഇതിൻ്റെ ഈ റീഗൽ കോമിക്സിൻ്റെ ഒക്കെ കവറ് ഒരു ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് വരയ്ക്കുന്നത്. കുടമാലൂർ ഗോപാലൻ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇതായിട്ടാണ്, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഇന്ദ്രജാലിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും പുറമെ ഇയാളുടെ ആർട്ട് വർക്കാണ്. അതിൻ്റെ പ്രത്യേകത നടുവിലൊരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാൻറ്റം ആണെങ്കിൽ ഫാൻറ്റം, അതിന് ചുറ്റുമായിട്ട് സാറ്റലൈറ്റ് രൂപത്തിൽ പല പിന്നെ കഥയിലുള്ള ചില ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കവേഴ്സും മാത്രമല്ല ഈ വിദ്യാർത്ഥി മിത്രത്തിൻ്റെ കോമിക്കിനെക്കാളും കുറച്ചും കൂടി വലിയ ഫോമാറ്റിൽ പിന്നെ ഇതിറക്കിയതോട് കൂടിയിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ അവർ കുറേ കാലത്തേക്ക് ഇതിൻ്റെ പിന്നാലെ നടന്നു. അപ്പോൾ ഇത് രണ്ട് വിദ്യാർത്ഥി മിത്രവും പിന്നെ ഈ എന്താ പറയുക റീഗൽ കോമിക്സാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇവർ സർ ഇപ്പം അവരുടെ റൈറ്റ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അവർ മൊത്തം പ്രോസസ് അവർ ആദ്യം ആർട്ട് അയച്ചത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ് എന്ന് പറഞ്ഞു. അന്ന് ഇതുപോലെ പടം ഇങ്ങോട്ട് അയച്ചില്ല. ഇപ്പം ഇതിനകത്ത് വരികയാണ്, ഇമെയിൽ വഴിയാണ് വരുന്നത്, മെയിൽ വഴിയാണ് വരുന്നത്. പണ്ട് അവർ ഇങ്ങനെ നല്ല കട്ടിയുള്ള ബോണ്ട് പേപ്പർ പോലെ കട്ടിയുള്ള ആർട്ട് പേപ്പർ ഇങ്ങോട്ട് അയച്ചു തരും. അത് നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഓരോന്നാ പേജായിട്ട് തിരിച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കും. അപ്പോൾ അത് ആ ബലൂണിനകത്ത് നിൽക്കത്തക്ക വിധി പടം എനിക്ക് കാണുന്നതുകൊണ്ട് എനിക്കറിയാമല്ലോ. അത് എബ്രിഡ് ചെയ്യേണ്ടടുത്ത് റെലവൻ്റായിട്ടുള്ള വേർഡ്സ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഐഡിയ കൺവേ ചെയ്യാം. മലയാളത്തിൽ അതിന് ഇച്ചിലൂടെ നീട്ടേണ്ടി വരും. അപ്പോൾ അതിന് പറ്റിയ ആപ്റ്റ് വേർഡ് കണ്ടുപിടിച്ച് ആണ് എഴുതുന്നത്. 1994 ഞങ്ങൾ ചെമ്പകം എന്നും പറഞ്ഞൊരു വീക്കിലി ഞങ്ങൾ തുടങ്ങിയാൽ 85 അത് ഈ ടി വിയുടെ അതിപ്രസരം കൊണ്ടേ എല്ലാ വീക്കിലും കോട്ടയത്തായിട്ട് വീക്കിലി ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് നിർത്തുന്നത് അന്നേരം ലാസ്റ്റിലുള്ളത് മനോരമയും മംഗളവും ഉള്ളൂ. ലാസ്റ്റിലാണ് ഞങ്ങൾ നിർത്തുന്നത്. അത് 94 നിർത്തി. അത് കഴിഞ്ഞ് 96 എന്നൊരിക്കലും ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു, ബാങ്കിൻ്റെയൊക്കെ. 96 ഞങ്ങൾ വീണ്ടും 97 വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ പ്രോബ്ലംസ് കാരണം കുറച്ച് നാളത്തേക്ക് അങ്ങ് നിർത്തി. ഇത് ഞങ്ങൾ 1990s തുടങ്ങി കഴിഞ്ഞിട്ട് 1996 നിർത്തിയായിരുന്നു. ഇത് നിർത്തിയതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ കോമിക്സിന് ഡിമാൻഡ് ഇല്ലാത്ത കാരണം അല്ലായിരുന്നു. ഫാദർ പറഞ്ഞ പോലെ തന്നെ ചെമ്പകം ഞങ്ങൾക്ക് ആഴ്ചപ്പതിപ്പ് നിർത്തേണ്ടി വന്നപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു. ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് ഞങ്ങൾക്ക് കോമിക്സ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ. യഥാർത്ഥത്തിൽ ഇതിന് ഡിമാൻഡ് ഒന്നുള്ളത് അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു. അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ LLBക്ക് ചേർന്നു, അഡ്വക്കേറ്റായി ബാംഗ്ലൂരിലോട്ട് പോയപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കോമിക്സ് വീണ്ടും കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഫൈനാൻസ് ഒന്ന് കറക്റ്റാകാൻ വേണ്ടി മാത്രം അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം കേരളത്തിൽ കാര്യമായിട്ട് അങ്ങനെ ഒത്തിരി പേരില്ല കോമിക്സ് ഇറക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്തൊരു പുതിയൊരു നല്ല തുടക്കം. ഇതുവരെയുള്ള റിസപ്ഷൻ വെച്ചിട്ട് തീരുമാനം ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ ലേറ്റായി പോകുന്നത് തോന്നുന്നു. ഇപ്പം എല്ലാവരോടും ചോദിക്കും, എല്ലാവരും ഇപ്പം പ്രശ്നം കാര്യമൊക്കെ റിട്ടയർ ചെയ്യാൻ മേലെ എന്ന് കോട്ടയത്തൊക്കെയുള്ള ചോദിക്കും, നീ പ്രായമായില്ലെന്നൊക്കെ ഇപ്പോഴും വരുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ദിവസവും നമ്മളാകുന്നിടത്തോളം കാലം ഇത് ചെയ്യുക. വെറുതെ ഇരുന്നാലേ നമ്മൾ ഇതായി പോവുകയെ. പക്ഷേ എനിക്ക് നമുക്ക് തന്നെ ഇപ്പം ഫുൾ ടൈം ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടേ അപ്പോൾ നമ്മൾ ഓരോ ദിവസം പോകണത് അറിയുന്നില്ല. ഇത് മൈൻഡ് നെവർ റിട്ടയർസ്, ഇറ്റ് ഈസ് എ ബോഡി ദാറ്റ് ബിക്കംസ് വീക്ക്. മൈൻഡ് റിട്ടയർ ചെയ്യുന്നില്ലല്ലോ, ശരീരം ബൈബിളൊരു വാക്കില്ലേ, സ്പിരിറ്റ് ഈസ് വില്ലിങ് ബട്ട് ദ ഫ്ലെഷ് ഈസ് വീക്ക്. ഈ കഥാപാത്രങ്ങളെല്ലാം എത്രത്തോളം ഇപ്പോഴും ജനശ്രദ്ധയെ ആകർഷിക്കുന്നു എന്നതിനൊരു ഉദാഹരണമാണ് റീഗൽ കോമിക്സിൻ്റെ തിരിച്ചുവരവും അവരുടെ ഈ ജനപ്രിയതയും. റീഗൽ കോമിക്സ്
ഇപ്പോഴും ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും കഥകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു പോരുന്നു. അത് വായിക്കുന്ന 10 വയസ്സും 40 വയസ്സുമുള്ള കുട്ടികൾ അതേപോലെ തന്നെ ആ കാടുകളിലേക്കും അവരുടെ ലോകത്തിലേക്കും ഇറങ്ങി ചെല്ലുന്നു. ഒരു ദിവസം അതൊരു തമാശയാണ്. അത് എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ് പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളോഗ്, വളരെ മാർക്സിസ്റ്റ് വിഷണറി ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ കഴിയുന്നതും അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകാറില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, വേറൊരു ലെവലാണെന്നുള്ളതിന്. ഒരു ദിവസം അപ്പച്ചിയും അമ്മാവനും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വീട്ടിലില്ല, അമ്മ അടുക്കളയുണ്ട്, ഞാൻ മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മാവൻ ചോദിക്കുന്ന ആ ചോദ്യം, എന്താ വായിക്കുന്നത്? അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എന്താണ് വല്ല മാർക്സോ ഗാബ്രിയൽ ഗാർസിയ മാർക്വസോ അല്ലെങ്കിൽ പൗളോ കൊയിലോ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ രണ്ടാമത് ചോദ്യം വന്നു കഴിഞ്ഞാൽ കാര്യം കഴിയും. അപ്പോൾ വളരെ ചമ്മലോടുകൂടി ഞാൻ പറഞ്ഞു, അത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് ഹാൻഡ് കടയിൽ നിന്ന് പഴയ കുറേ ഫാൻഡം കിട്ടി. അമ്മ കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നെ ചോദിച്ചു, ഫാൻഡം എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ലീ ഫാൽക്ക്. ഞാൻ മനസ്സിലായി. അത് ഈ ഒറിജിനൽ ഫാൻഡവും ഇന്ത്യയിൽ വന്ന ഫാൻഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഒറിജിനൽ ഫാൻഡത്തിൽ ബംഗാള എന്ന കടപ്പുറമാണ്. ഇവിടെ വന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ ബംഗാൾ എന്നെ കളിയാക്കാം, അല്ലെങ്കിൽ ബംഗാളിന് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് ചേഞ്ച് ഇൻ ബംഗാളി. ഇതെല്ലാം എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. ഇത് എന്താണ്? ജസ്റ്റ് ഇമാജിൻ, ഒരു മാർക്സിനെ പറ്റിയും ഈ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയും പഠിച്ചിരിക്കുന്നൊരു ഒരു 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 ഇൻ്റലക്ച്വൽ വന്നിരുന്ന എൻ്റെ അടുത്ത് ഫാൻഡത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കോംപ്ലക്സ് അങ്ങ് മാറി. കോമിക്സ് വായിക്കുന്ന ഒരു കോമിക്സ് ഏത് പ്രായത്തിലും വായിക്കാം, അല്ലെങ്കിൽ ദർ ഇസ് നത്തിങ് ടു ബി എഷെയിംഡ് ഓഫ്. അന്ന് ഞങ്ങൾ ആസ്ട്രക്സിനെ പറ്റിയും ടിൻറ്റിനെ പറ്റിയും കാൽവിൻ ഹോബ്സിനെ പറ്റിയും ഇങ്ങോട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതെല്ലാം ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. അന്ന് വായിക്കുന്ന പൾപ്പ് നോവൽസിനെ പറ്റി സംസാരിച്ചു. അന്ന് ഞാൻ വായിച്ച പുസ്തകങ്ങളെ പറ്റി അദ്ദേഹം ഞാൻ വായിച്ച പുസ്തകം ആ വർഷം ഇറങ്ങിയ പുസ്തകങ്ങളെ പറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ജോൺ ഗ്രിഷിൻ്റെ പുസ്തകമാണ്. അപ്പോഴും മനസ്സിലായത് ഈ റീഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോമിക്സ് എന്ന് പറയുന്നത് ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഇതിൻ്റെയോ ഒന്നുമല്ല. ഇറ്റ് ഈസ് മെന്റ് ടു ബി റെഡ്. പിന്നെ എപ്പോഴും ഞാൻ ഒരു പോപ്പുലറായിട്ടുള്ള ജംഗിൾ സെയിങ് ആണല്ലോ, യു ഡോണ്ട് ഹാവ് ടു സെർച്ച് എ ഫാൻറ്റം വിൽ ഫൈൻഡ് യു, റൈറ്റ്? അത് ഞാൻ കോമിക്സിന് ആസ് എ കളക്ടർ നീ നോട്ട് സെർച്ച് എ കോമിക് വിൽ ഫൈൻഡ് യു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആ ജേണിയിൽ പിന്നെ അത് അനുഭവമായിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും കോമിക് ആഗ്രഹിച്ചിരുന്നാൽ ആ കോമിക് ഒരു അടുത്ത ഇതിൽ തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അതെനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതൊരു വർഷങ്ങളായിട്ട് ചിലപ്പം ആ കോമിക് മനസ്സിലുണ്ടാവും, പക്ഷേ ഒരു സാധനം തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകോ ആ കോമിക് എൻ്റെ കയ്യിൽ കിട്ടും. അത് ഇറ്റ് ജസ്റ്റ് കംസ്, ഐ ഡോണ്ട് നോ ഹൗ. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫാൻറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഒരു കോളേജ് ഫെസ്റ്റിനായിട്ട് NSS കോളേജ് പാലക്കാട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു ചായക്കട കണ്ടു. ആ ചായക്കടയുടെ പേരാണ് ഭയങ്കരമായൊരു കൗതുകം എന്നിൽ ഉണർത്തിയത്. സാനഡു എന്ന പേരുള്ളൊരു ചായക്കട പാലക്കാട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. ഞാനതിൻ്റെ ഉടമസ്ഥനും അന്നത്തെ കാഷ്യറുമായിരുന്ന ചന്ദ്രൻ, അഥവാ സാനഡു ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രേട്ടനോട് പോയി ചോദിച്ചു, എന്താണ് ഈ പേരിട്ടതിൻ്റെ കാരണമെന്ന്. ഇത് ഈ ഹോട്ടൽ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി മാൻഡ്രേക്കിൻ്റെ കഥ വായിക്കുകയായിരുന്നു. അപ്പോൾ ആ കഥയിൽ നിന്ന് മാൻഡ്രേക്കിൻ്റെ വീടിൻ്റെ പേരെടുത്തിട്ട് ഞങ്ങൾ ഹോട്ടലിനായിട്ട് ഇട്ടതാണ്. അങ്ങനെയാണ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. അതെ, അവരൊക്കെ ഇങ്ങനെ ഒരു പേര് ഇത് എന്താണെന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ഇന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പം അന്ന് മാത്രമല്ല, ഇന്നും വരുന്നവർ പുതിയ കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാൻഡ്രേക്കിൻ്റെ ഒരു ആക്ഷനും അങ്ങേരെ പരിപാടിയും പിന്നെ നന്മ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങേരെ നമുക്കൊരു ഭീകരനായിട്ട് തോന്നുമെങ്കിലും ചെയ്തതൊക്കെ നന്മയായിരുന്നല്ലോ. അത് അങ്ങനെ. റീഗലിൻ്റെ പുതിയ ഫാൻറ്റമും മാൻഡ്രേക്കും കോമിക്സ് ചന്ദ്രേട്ടൻ അന്ന് ഏൽപ്പിച്ചപ്പോൾ ചന്ദ്രേട്ടൻ സന്തോഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി തന്നാണ് യാത്രയാക്കിയത്. ചന്ദ്രേട്ടനെ കാണാൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതലായി. ചന്ദ്രേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല.
ചന്ദ്രേട്ടനെ ഞങ്ങളൊന്ന് കാണാൻ പോയ ആ ഒരു മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അത് ഞങ്ങൾ ഒരു ഭാഗ്യമായി കാണുന്നു.